ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരെയും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എത്ര വ്യത്യസ്തമായാണ് നമ്മളെ മറ്റൊരാൾ കാണുന്നതും വായിച്ചെടുക്കുന്നതും. ഓരോ തവണ വായിക്കുമ്പോഴും അർത്ഥം മാറിപ്പോകുന്ന പുസ്തകമാണ് ഓരോ മനുഷ്യരും. ഒറ്റയ്ക്ക് ഒരാൾ എത്ര ദൂരം പോകും? ഒറ്റയ്ക്കെന്ന് ഉറപ്പായാൽ എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് പോകാം. നിശബ്ദത ശൂന്യമല്ല, അതിൽ നിറയെ ഉത്തരമുണ്ട്. APJ അബ്ദുൽ കലാമിൻ്റെ ഒരു മഹത്തായ വചനമാണ്. ഇരുട്ടിലാണ് വെളിച്ചം വേണ്ടത്, ഒറ്റയ്ക്കാകുമ്പോഴാണ് കൂട്ടു വേണ്ടത്, സ്നേഹം ആഗ്രഹിക്കുമ്പോഴാണ് അത് കിട്ടേണ്ടത്, ആവശ്യം കഴിഞ്ഞ് കിട്ടുന്നത് എന്തും വിലയില്ലാത്തതാണ്. നല്ല നല്ല പോസിറ്റീവ് മെസ്സേജസും മോട്ടിവേഷണൽ കോട്ട്സും ഒക്കെ ഉൾപ്പെടുത്തി നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറേയേറെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചില വാക്കുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പറഞ്ഞയാൾ മറന്നു പോകുമെങ്കിലും കേട്ടയാൾ മരിക്കുവോളം അവ ഓർമ്മയിൽ സൂക്ഷിക്കും. മനുഷ്യർക്ക് മാറ്റമുണ്ടാകുന്നത് രണ്ട് കാരണങ്ങളാലാണ്. ഒന്നുകിൽ അവരുടെ മനസ്സ് തുറക്കപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർന്നിരിക്കും. എത്ര ചിന്തിച്ചിട്ടും മുന്നിലൊരു വഴിയും തെളിയാത്ത നേരത്ത് നേരം വെളുക്കട്ടെ, ദൈവം ഒരു വഴി കാണിക്കാതിരിക്കില്ല എന്ന് ആശ്വസിച്ച് കിടന്നുറങ്ങിയവരല്ലേ നമ്മിൽ പലരും. ജീവിതം എന്ന് പറയുന്നത് 1 മുതൽ 10 വരെ വയസ്സ് എത്ര എന്ന ചോദ്യവും 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെ മാർഗം എത്ര എന്ന ചോദ്യവും 30 വയസ്സ് മുതൽ 40 വരെ കുട്ടികൾ എത്ര എന്നതും 40 മുതൽ 50 വയസ്സ് വരെ സ്വത്ത് എത്ര എന്ന ചോദ്യവും 50 വയസ്സ് മുതൽ 60 വയസ്സ് വരെ BP, ഷുഗർ ഇവയൊക്കെ എത്ര എന്നും 60 വയസ്സ് മുതൽ 70 വയസ്സ് വരെ പെൻഷൻ എത്ര എന്ന ചോദ്യവും 70 മുതൽ ഇനി എത്ര എന്ന ചോദ്യവുമാണ് നമ്മുടെ ജീവിതം. ഈ ചോദ്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ജീവിതം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് മാറിയിരിക്കും. ഡ്രീംസ് ബിക്കം റിയാലിറ്റി വെൻ തോട്ട്സ് ബിക്കം ആക്ഷൻ. എന്തൊക്കെയോ ചെയ്യാനുണ്ടായിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്നില്ലേ? സൂക്ഷിക്കണം. മടുപ്പ് ഒരു തരത്തിൽ മരണമാണ്. പ്രതീക്ഷകൾ ഇലകൾ പോലെ ആവണം. കൊഴിയുന്തോറും പുതിയവ തളർത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ എന്താണെന്ന് മാത്രമേ കണ്ണാടി കാണിക്കൂ. നമ്മൾ എന്താകാനാകുന്നു എന്നത് എന്താകാനാകുമെന്ന് പുസ്തകങ്ങൾ പറയും. ജീവിതം എന്ന പുസ്തകത്തിൽ ചില പേജുകൾ മോശമായിരിക്കുമെന്ന് വെച്ച് വായന നിർത്തരുത്. വായിച്ചുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ അടുത്ത പേജുകൾ നിങ്ങൾക്ക് സന്തോഷം തരുന്നതായിരിക്കും.